ഫ്രണ്ട്സ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഈ റിങ് ഒറ്റയ്ക്ക് എന്താണ് ഇട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റിങ്ങും സ്ഥലമൊന്നും നമ്മുടെ എല്ലാന്ന്. ഒരങ്കിള് നമുക്ക് മീൻ വളർത്തിക്കോന്ന് പറഞ്ഞ് തന്നാന്ന്. ആ അങ്കിളിൻ്റെ തന്നെ ഇവിടെ തൊട്ടപ്പുറത്തുള്ളൊരു പറമ്പാട്ടും ഇത് നമുക്ക് കൃഷി ചെയ്തോന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പൊട്ടുവെള്ളരിൻ്റെയും പയറിൻ്റെയും പീച്ചിങ്ങേൻ്റെയൊക്കെ കൃഷി തുടങ്ങി. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. നമ്മൾ നട്ടിട്ട് ഇപ്പം എത്രത്തോളം ഇത് വളർന്നിട്ടുണ്ടെന്നുള്ളതാണ് ഈ വീഡിയോയിൽ. പിന്നെ നമ്മൾ റിങ് ഒറ്റിക്കുന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്താണെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി കാണണേ. നമുക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലമൊക്കെ നല്ല രീതിക്ക് തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. രണ്ട് അങ്കിൾമാരെ നിർത്തിയിട്ടാണ് നമ്മൾ ഈ സ്ഥലമൊക്കെ വൃത്തിയാക്കിയത്. അവിടെ നിൽക്കുന്നതാട്ടോ നമ്മുടെ ഓണർ. ആ അങ്കിളാണ് നമുക്ക് ഈ സ്ഥലമൊക്കെ കൃഷി ചെയ്തോന്ന് പറഞ്ഞ് തന്നത്. നിങ്ങൾക്ക് നമ്മുടെ റിങ് ഒറ്റിക്കുന്ന വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവും ഈ സ്ഥലം എങ്ങനെയായിരുന്നു എന്ന്. നിറച്ചും കാട് പിടിച്ചിടുന്ന സ്ഥലം കേട്ടോ. അതിപ്പോൾ നല്ല രീതിക്ക് തന്നെ ഈ അങ്കിൾമാർ നമുക്ക് വൃത്തിയാക്കി തന്നിട്ടുണ്ടേ. ഇതിലേക്ക് നമ്മൾ ജൈവവളം പച്ചച്ചാണകമൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വളമാണ് കേട്ടോ യൂസ് ചെയ്യണേ. നമ്മുടെ തൈകൾക്ക് നല്ല രീതിക്ക് തന്നെ വളം കിട്ടിയാൽ ആ ഉണ്ടാവണ തൈയിലെ കായ്ക്കൊക്കെ നല്ലൊരു ഗുണം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ കുഴിയിട്ട് നമ്മുടെ ഈ വളം മൂടിയിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ ആദ്യം തന്നെ നട്ടുകൊടുക്കുന്നത് പൊട്ടുവെള്ളരിയാണ്. ഇതിൻ്റെ വിത്ത് നമ്മൾ ട്രെയിലിട്ട് ഒരാഴ്ച മുളപ്പിച്ചതിന് ശേഷം കേട്ടോ നട്ടുകൊടുക്കണേ. ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തൊക്കെ വിത്ത് പാവി കൊടുക്കുക കേട്ടോ ചെയ്തേ. ഇത് മാത്രമാണ് നമ്മൾ ട്രെയിലിട്ട് മുളപ്പിച്ചിട്ട് നടുന്നത്. ദേ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള വളർച്ച കേട്ടോ നമ്മുടെ പൊട്ടുവെള്ളരീൻ്റെ ഇത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇത് വലുതായിട്ടുണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം. നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 5 മണി ആ സമയമാകുമ്പോഴേക്കും നനയ്ക്കാൻ ഇറങ്ങുക. ഒരു 2-3 ആഴ്ച ആയപ്പോഴേക്കും നമ്മുടെ പൊട്ടുവെള്ളരീൻ്റെ തൈകളിലൊക്കെ പൂ വന്നു തുടങ്ങിയിട്ടോ. അതുപോലെ തുമ്പത്തൊക്കെ ഇങ്ങനെ മുട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചിലതിലൊക്കെ ഇതുപോലെ കായായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഇതുപോലെ കായ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊക്കെ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ ഈ പൊട്ടുവെള്ളരീൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ നട്ടുകൊടുത്ത വെണ്ടയ്ക്ക കേട്ടോ. വെണ്ടയ്ക്കൊക്കെ നമ്മൾ വിത്ത് പാവിയിട്ടാണ് ഇപ്പം ഇത്ര ആയത്. ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ചീര വിത്ത് പാവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ കുളത്തിലെ മീനൊക്കെ നമ്മൾ ഈസ്റ്ററിൽ വറ്റിക്കണം കേട്ടോ. അപ്പം അതിൻ്റെ ഒരു അടിപൊളി വീഡിയോ എന്താണെങ്കിലും വരുവേ. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോൾ പുല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാ ദിവസം വൈകുന്നേരം കുറച്ച് നേരം പുല്ല് പറിക്കാൻ മാറ്റി വെക്കും. മെയിനായിട്ട് ഞായറാഴ്ചയാണ് നമുക്ക് ഈ പുല്ലൊക്കെ പറിക്കാൻ വേണ്ടി സമയം കിട്ടണേ. നമ്മുടെ വെണ്ടയ്ക്ക തൈൻ്റെ 3 ആഴ്ചത്തെ വളർച്ച കേട്ടോ ഇത്. ഇത് നമ്മുടെ പയറിൻ്റെ തൈകളാട്ടോ. ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വലുതായിട്ടുണ്ടേ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പീച്ചിങ്ങയും പടവലത്തിൻ്റെ ഒക്കെ വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ നമ്മുടെ പീച്ചിങ്ങേൻ്റെ തൈകളാണ്. 3 ആഴ്ച കൊണ്ട് ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ വലുതായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൈകൾ പീച്ചിങ്ങേൻ്റെ ഒക്കെ തൈകൾ വലുതായി വരാനുള്ളൂ. അപ്പോൾ അവറ്റകൾക്കൊക്കെ ഒന്ന് പടർന്നു നടക്കാൻ വേണ്ടി നമ്മളിവിടെ നെറ്റ് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പീച്ചിങ്ങയ്ക്കും പാവയ്ക്കൊക്കെ വേണ്ടി നമ്മ നല്ല രീതിക്ക് തന്നെ പന്തൽ വലിച്ച് കെട്ടി മുറുക്കി കൊടുക്കാം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ തൈകൾക്കൊക്കെ ഇതിൽ കൂടെ നല്ല രീതിക്ക് പടർന്നു പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു കാറ്റും മഴയൊന്നും വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഒടിഞ്ഞു വീഴാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്ത് നമുക്ക് ഈ പന്തൽ കെട്ടിക്കൊടുക്കാം. നമ്മുടെ തൈകളിൽ വന്നേക്കണ വള്ളിയൊക്കെ ഈ കയറി കൂടെ പടർന്നു പോയിക്കോളൂ കേട്ടോ.
ദേ നമ്മുടെ തൈകളൊക്കെ നല്ല രീതിക്ക് തന്നെ വലുതായി വന്നുകൊണ്ടിരിക്കുകയാണേ. നമുക്ക് ആകെ ഒരു ദിവസമേ കിട്ടാറുള്ളൂ ഈ പുല്ലൊക്കെ പറിച്ചളയാൻ. അതാണ് ഞായറാഴ്ച കിട്ടുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വൈകുന്നേരം പുല്ല് പറിക്കാൻ വേണ്ടി ഇറങ്ങുവേ. നമ്മുടെ തൈകളുടെ ഒക്കെ 3 ആഴ്ചത്തെ വലുപ്പാട്ടോ ഇത്. നമ്മുടെ തൈകളൊക്കെ ആ വള്ളി കൂടെ നല്ല രീതിക്ക് പടർന്ന് പൊക്കോണ്ടിരിക്കണ്ടേ. പയറിനും പടർന്നു കൊടുക്കാൻ വേണ്ടി നമ്മൾ വേറൊരു രീതി തന്നെ കേട്ടോ ഈ പന്തൽ കെട്ടി കൊടുക്കണേ. നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് ലൈൻ പോരെ ഒരടി വ്യത്യാസത്തിൽ ആണ് നമ്മൾ ഈ പന്തൽ കെട്ടി കൊടുക്കണേ. നമ്മുടെ പയറൊക്കെ നല്ല രീതിക്ക് പടർത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പയറിൻ്റെ അടുത്തുള്ള പുല്ലൊക്കെ ഇതുപോലെ പറിച്ച് കളയണ്ടേ. അപ്പോൾ ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് മാത്രമായിട്ട് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുക. ഇത് 4ാമത്തെ ആഴ്ച ആയപ്പോഴേക്കും നമ്മുടെ തൈകളൊക്കെ നല്ല രീതിക്ക് തന്നെ വലുതായി വന്നുകൊണ്ടിരിക്കുകയാണേ. നമ്മുടെ പീച്ചിങ്ങേൻ്റെ തൈലും കായ വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 3-4-5 എണ്ണത്തിലും വന്നു തുടങ്ങിയിട്ടുണ്ടേ. ഇപ്പം നമ്മളിതിൻ്റെ ഏകദേശം പകുതി സ്റ്റേജായിട്ട് ഇതേ കാണിക്കണേ. ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.